അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് വിവാഹം ശരിയാവുന്നില്ല എന്നതല്ലേ. പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾക്കായിരുന്നു വിവാഹം ശരിയാവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കല്യാണം വേഗത്തിൽ ശരിയാവണം എന്നുണ്ടെങ്കിൽ അതിന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ദുആകൾ അതുപോലെ ദിക്റുകൾ കാര്യങ്ങളൊക്കെ പടച്ചോൻ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. 5 വക്ത് നിസ്കാരം എന്നുള്ളത് ഫർലായിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് വേറെ എന്തു പടച്ചോൻ സ്വീകരിക്കുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ നിസ്കാരം നിലനിർത്തി തരട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവാഹത്തിന് വേണ്ടി നല്ലപോലെ പരിശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിയാവുന്നില്ല, വിവാഹം നമ്മൾ ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പാതി വഴിയിലിട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യരുത്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മൾ മാക്സിമം ശ്രമിക്കുക. പഠിച്ച് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഈ ഒരു ദിക്റ് നമ്മളിപ്പോൾ ആണായാലും പെണ്ണായാലും നമുക്കത് ചൊല്ലാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്താണെങ്കിലും ഈ ഒരു ദിക്റ് ചൊല്ലാവുന്നതാണ്. അതുപോലെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ചൊല്ലുന്നതായിരിക്കും കേട്ടോ. ദിക്ർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാ അല്ലാ യാ റഹ്മാൻ യാ റഹീം യാ അർഹമുർ റാഹിമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഹൽഖിഹി മുഹമ്മദ് എന്ന് 100 തവണ ചൊല്ലണം. ശേഷം എനിക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയെ തന്നെ എനിക്ക് തരണേ പടച്ച റബ്ബേ എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇണയെ തന്നെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.